ആസിഫ് അലിയുടെ വരാനിരിക്കുന്ന ചിത്രമാണ് ടിക്കി ടാക്ക. മാസ് ആക്ഷൻ മൂഡിൽ ഒരുങ്ങുന്ന ചിത്രം തന്റെ KGF മോഡൽ സിനിമയാണെന്ന് ആസിഫ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. രോഹിത് VS ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ടിക്കി ടാക്കയുടെ ഓരോ അപ്ഡേറ്റും വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആക്ഷൻ പാക്ഡ് ചിത്രത്തിനായി വലിയ ബോഡി ട്രാൻസ്ഫർമേഷനാണ് ആസിഫ് നടത്തിയത്. ഇപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആസിഫ് അലി. ഒരു മാസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ സിനിമ പൂർത്തിയാകുമെന്നാണ് ആസിഫ് തന്റെ സിനിമയ്ക്കായി കാത്തിരിക്കുന്നവരോട് പറയുന്നത്. ഇതുവരെ താൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീനുകൾ ഉള്ളത് ടിക്കി ടാക്കയിലാണെന്നും നടൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ചിത്രത്തിൽ ഏതെങ്കിലും സൂപ്പർ താരം അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് ആസിഫ് പറഞ്ഞ ഉത്തരം അത് സർപ്രൈസ് അല്ലേ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നതായിരുന്നു. അതായത് അങ്ങനെ ഒരു ക്യാമിയോ റോൾ ഇല്ലെന്നും നടൻ പറയുന്നില്ല, അതൊരു പ്രതീക്ഷ തന്നെയാണ്. ആസിഫ് അലിയുടെ പിറന്നാൾ പ്രമാണിച്ച് സിനിമയുടെ ഒരു ചെറിയ വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. കിടിലൻ മാസിൽ ആസിഫ് അലി സിനിമയെക്കുറിച്ച് പറയുന്ന രീതിയിലാണ് വീഡിയോ ഒരുക്കിയിരുന്നത്. 2026 തന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരുക്കുന്ന ചിത്രമാണ് ടിക്കി ടാക്ക. ആക്ഷന് പ്രാധാന്യം നൽകിയുള്ള ചിത്രത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉദയനൻസ് എന്ന ഫൈറ്റ് മാസ്റ്ററാണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത്. എല്ലാം കൊണ്ടും മലയാള സിനിമാ മേഖലയിൽ പുത്തൻ പ്രതീക്ഷകളേകുന്ന ചിത്രമാണ് ടിക്കി ടാക്ക എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. ഒരു താരമാകുന്നതിലുപരി തനിക്ക് നടനെന്ന് വിളിക്കപ്പെടാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ആസിഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ മാസ് പരിവേഷം നൽകുന്ന ഒരു കഥാപാത്രമാകും ടിക്കി ടാക്കയിലെ ജോൺ ഡെൻവർ എന്ന കാര്യത്തിലും തർക്കമില്ല.